ഗൈസ് അപ്പം നമ്മൾ കിട്ടില്ല വെച്ച് CS വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബംഗാളിയാണ് അവന്മാരാണെങ്കിൽ ദിശയും ഇമോട്ടും അമ്മ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇമോട്ട് ഇടുവാണ് എന്ത് കാര്യമാണ് ഇത് നമ്മൾ റാൻഡമായിട്ട് വന്ന പ്ലേയേഴ്സ് സീസൺ അപ്പോൾ നമ്മൾ താഴെ വന്നപ്പോഴത്തേക്ക് ഒരുത്തിന് അടിക്കാൻ വന്നപ്പോഴത്തേക്ക് ലോകെ നല്ല അടി കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് ഞാൻ അടിക്കാൻ ശ്രമിച്ച് വന്നപ്പോഴത്തേക്ക് അപ്പോൾ അവർ നോക്കാം അവർ ടീമേറ്റെല്ലാം അടിച്ച് തൂഫാനാക്കുകയാണ് ഇപ്പോൾ ടീമേറ്റെല്ലാം അടിച്ചിട്ടുണ്ട് നമ്മൾ ഒരു മെഡിക്കൽ അടിച്ചിരുന്ന സമയത്ത് അവരൊരുത്തിനെ കാണുന്നു നമ്മൾ നേരെ റഷ് ചെയ്യണം അവൻ്റെ നേരിട്ട് റഷ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ടീമേറ്റും ഒരുത്തിനെ പവറായിട്ട് അടിച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ ഗ്ലൂ എടുത്തിട്ട് നേരെ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ 4 ഗ്ലൂ അത് അറിഞ്ഞാൽ പോലും ഇല്ല നമ്മൾ ടീമേറ്റ് എടുത്ത് ലോകാമോട് ഗ്ലൂ ഇട്ടു അപ്പോൾ അപ്പോഴത്തെ നോക്കിയപ്പോൾ ആ സ്കില്ലിട്ട് ആ സ്കില്ലിനെ ഇഷ്ടമേ അല്ല സ്കില്ല് നമ്മൾ എടുത്താൽ അവർക്ക് അടി കൊടുത്താൽ തന്നെ നമ്മൾ നോക്കാം അത് എന്നാണ് എനിക്ക് അവർ അത്ര ഡാമേജ് എടുത്തോ നോക്കി അവൾ 3 ടീമേറ്റ് നോക്കായിരുന്നു അവൻ ഈ ലാസ്റ്റ് ടീമേറ്റ് ഒരു പൊക്കി വിട്ട് പിന്നെ ഒരു ടീമേറ്റ് വന്നു പൊക്കാൻ നോക്കി 2 ഗ്ലൂ അടപ്പുന്നു മറ്റൊന്ന് എനിക്ക് താഴെ കൂടെ വരുന്നത് എനിക്കറിയാം പക്ഷേ ഇവന്മാർ കണ്ട് കേൾക്കുന്ന ഓർമ്മയില്ല അപ്പോൾ ഇതേ പൊക്കിയാണോ എന്ന് നോക്കാൻ എന്നെ പൊക്കുന്ന സമയത്ത് നമ്മുടെ എനിമി വന്ന് നമ്മളെ അടിച്ചിരിക്കുകയാണ് നമ്മളെ അടിച്ച സമയത്ത് ടീമേറ്റ് നല്ലപോലെ അടി കൊടുത്തു ബട്ട് ഒന്നും ഉണ്ടായില്ല അവൻ ടീമേറ്റ് നോക്കാൻ ലാസ്റ്റ് 2 പേരും അവൻ ടീമേറ്റിലുണ്ട് ഒരു ലാസ്റ്റ് ഒരു എനിമേ ഉള്ളൂ ദാറ്റ് നമ്മുടെ ടീമേറ്റ് അവരെ അടിച്ച് തീർത്തിരിക്കുകയാണ് അങ്ങനെ ആ റൗണ്ട് നമ്മൾ വിക്രേറ്റ് ചെയ്യുകയാണ് അതായത് ടീമേറ്റ് ഒന്ന് ഇരുന്നിരുന്ന് അടിച്ച് റിവൈവ് ചെയ്യുന്നുണ്ട്. അടുത്ത റൗണ്ട് അവനെ തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത റൗണ്ട് വന്ന് നോക്കാൻ നമുക്ക് കളിക്കാനും നമ്മൾ സെൻസിറ്റീവ് എന്ന് വെച്ചാൽ കൂടിക്കിടന്ന് വെച്ചാൽ നമ്മുടെ PC കളിച്ചിട്ടുള്ള സമയത്താണ് ജസ്റ്റ് നമ്മളിത് കൂട്ടിയിട്ടിരുന്ന സമയത്താണ് എന്ന് വെച്ചാൽ PC കളിച്ചിട്ട് നമ്മൾ കൂട്ടിയിട്ടേ നമ്മൾ PC പ്ലെയർ ആണ് ബട്ട് നമ്മളിപ്പോൾ മൊബൈലിലാണ് കളിക്കാറ് നമ്മൾ ലൈവ് ഇടുന്ന മാത്രമേ PC കളിക്കാറുള്ളൂ. ലൈവ് കാണുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് ആരും കാണാറില്ല വ്യൂസേ കുറവാണ് 0 വ്യൂസ് 1 വ്യൂസ് അതൊക്കെ കിട്ടാറുള്ളൂ. നമ്മളപ്പം തോക്കൊക്കെ എടുത്ത് ജസ്റ്റ് കാണുന്നതായാലുണ്ടെങ്കിൽ സബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ ആയാലും കുഴപ്പമില്ല 1 സബ് എങ്കിൽ 1 സബ് അത് മതി. ലൈക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഒന്ന് അടിക്കുക പവർ അടിച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ റൗണ്ട് തുടങ്ങിയാൽ തന്നെ ടീമേറ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് ഓടിച്ചെന്ന് കയറുന്നുണ്ട് ബട്ട് അപ്പുറത്ത് ഒരുത്തം പോകുന്നുണ്ട്. നമ്മളത് കണ്ടിട്ടും ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു തോണ്ട് ഇവിടെ നമ്മളെ അടിക്കുന്നത് നമ്മളെ നമ്മൾ വിടുവോ നമ്മൾ ബോഡി ഡാമേജും കൊടുത്തിട്ട് ഒരു ഒറ്റയടിക്ക് ഹെഡ് കൊടുത്ത് നമ്മൾ തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ ഒരുത്തരുണ്ടല്ലോ അവൻ പൊക്കോന്ന് ചോദിച്ചാൽ നമ്മൾ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീമേറ്റ് ഒരുത്തനെ വണ്ടർഫുള്ളായിട്ട് നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റും ഒരുത്തൻ പടമായിട്ടുണ്ട്. പടമായിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഗണ്ണ് നോക്കുമ്പോൾ ഒരു ഗണ്ണ് പോയിട്ട് അവിടെ വീഴ്ച പോലും ഇല്ല. അവിടെ ചെന്ന് ഗ്ലൂ ഇട്ട് വെറുതെ ആയിപ്പോയി. നമ്മുടെ ടീമേറ്റ് വന്നു. പിന്നെ അപ്പുറത്തെ നോക്കാൻ സമയത്ത് ഒരുത്തൻ അലയുമുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരുത്തൻ ടീമേറ്റ് ചത്തല്ലോ അവിടെ കാണും. ഞാൻ അപ്പുറത്ത് വന്നപ്പോൾ അവൻ ഇപ്പുറത്ത് വന്നു. ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ അവൻ അപ്പുറത്ത് പോയി. അവനെ എന്നെ പൊക്കൊണ്ട സമയത്ത് ഞാൻ അവിടെ നിന്ന് ലൂട്ട് ബോക്സ് ഉണ്ട് അവിടെ നോക്കിയപ്പോൾ ഒരു പിണ്ണാക്കും ഇല്ല അതൊന്നും. ഞാൻ അവിടെ ചെന്നു എൻ്റെ ഡെസേർട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ടീമേൻ്റെ പറഞ്ഞു വിട്ടു. ടീമേൻ്റെ അവിടെ പോയ സമയത്ത് തന്നെ അവൻ്റെ ബാക്കിലോട്ട് വരുന്നു. അത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് നോക്കി പെട്ടെന്ന് അവിടെ അടി പൊട്ടുന്ന കേട്ടു. നമ്മൾ അങ്ങോട്ട് ഓടിച്ചു ഇതുകൊണ്ട് ഒരുത്തന് നമ്മുടെ ഒരു ഡാമേജ് കൊടുത്തപ്പോൾ നമ്മുടെ ടീമേറ്റ് വണ്ടർഫുള്ളായിട്ട് അവനെ അങ്ങ് പടവാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ടീമേറ്റ് അവിടെ നിന്ന് റീലോഡിങ് കാണിക്കുന്നുണ്ട്. ബട്ട് അടുത്ത റൗണ്ടിൽ അവന്മാർ തിരിച്ച് ഇമോട്ടിട്ട് പവർ കാണിക്കും. എന്നുവെച്ചാൽ അവന്മാർ എങ്ങനെയെങ്കിലും കളി ചെയ്യാനുള്ള മൈൻഡിലാണ് അവന്മാർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തോക്ക് മാറ്റാമെന്ന് വിചാരിച്ച് നമുക്കുള്ള P90 എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ P90ക്കകത്ത് ഫയർ ബട്ടണൊക്കെ നമ്മൾ വിഷയമാണ്. നമ്മൾ ഡ്രാഗ് ചെയ്ത ഫുൾ റെഡാണ് ഇത്. നമ്മൾ XMB എടുത്തിട്ടുണ്ട്. XMB എടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനമെല്ലാം മേടിച്ച് വെയിറ്റ് ആക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ഓടിച്ചെന്ന് മസ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഓടിച്ച് ചെല്ലുകയാണ്. അവിടെ ഓടിച്ച സമയത്ത് അവന്മാർക്ക് എങ്ങനെയല്ല കാര്യം എടുക്കണം അവന്മാർക്ക് അത് ഒറ്റ മൈൻഡാണ് അവന്മാർക്ക്. നമ്മൾ ചാടി നമ്മൾ പുറകെ കൂടെ ചെന്ന് റൈറ്റ് കൂടെ ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഒരു അപ്പുറത്തെ ആളാലേക്ക് ഇതാ പോയി. നമ്മൾ പിന്നെ അതുവഴിയാണ് ഓടിച്ചേരെ കറ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് അപ്പുറത്തുള്ള എനിമി നമ്മൾ ലോക്ക് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഏസൊക്കെയുള്ള പുറപ്പാളായത് പോയത് ബട്ട് അവൻ തിരിച്ച് കിട്ടുകയും ചെയ്തു. അതുപോലെ നമ്മളിത് നോക്കി കഴിഞ്ഞപ്പോൾ നോക്കവിടെ കിടക്കും. നമ്മൾ അടുത്തുനിന്ന് അതിൽ ഫിനിഷ് ചെയ്യാൻ വന്നതാണ്. ബട്ട് നമ്മുടെ ടീമേറ്റ് ഒന്നുകൂടെ നോക്കായിട്ടുണ്ട്. പക്ഷേ ടീമേറ്റ് നോക്കാതിന് മുമ്പ് തന്നെ അപ്പുറത്തുള്ള നോക്കായിട്ടുണ്ട്. നമ്മൾ സ്കോപ്പ് നോക്കുമ്പോൾ ഒരുത്തനോട് തല കാണിക്കുന്നത്. നമ്മൾ തല കാണിച്ച വിടത്തിൽ നമ്മൾ സ്കോപ്പിൽ നോക്കി ബട്ട് ലൂട്ട് എടുത്ത് നോക്കി പറഞ്ഞു ഒന്നുമില്ല. നമ്മൾ റഷ്യയുടെ അടുത്തോട്ട് ചെന്നിട്ടുണ്ട്. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രനേഡുള്ള നമുക്ക് ഗ്രനേഡില്ല സ്മോക്ക് മാത്രമേ ഉള്ളൂ. സ്മോക്കിനായിട്ട് കാര്യമില്ല. ആ എസ്കേപ്പിനുള്ള ചാൻസ് കൂടുതൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ആക്കി നോക്കി ചാടുമില്ല. പിന്നെ നമ്മൾ ഒറ്റ മൈൻഡ് റഷ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ ടീമിൽ താഴെ ഇറങ്ങി ഒന്ന് ലൂട്ട് കണ്ടോട്ട് വെച്ചാൽ താഴെ ഇറങ്ങിയതവൻ പക്ഷെ താഴെ ഇല്ലായിരുന്നു അവൻ. അവൻ അവിടെ ചെന്ന് മണ്ടയ്ക്ക് കൂടെ അത് ചാടി അപ്പുറത്ത് കയറി ഇപ്പുറത്ത് ചെല്ലി കൂടെ ചാടി വെച്ച് അവൻ ചാടി വന്ന് വിളിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. പിന്നെ നമ്മൾ ടോപ്പിൽ പോകുന്ന വെച്ച് അവിടെ അടി കാണിട്ട് ടോപ്പിലോട്ട് വിട്ട് നമ്മൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ ചെല്ലുമ്പോൾ ആരുമില്ല. സ്റ്റക്കായത് രണ്ടുപേരും നിന്നെങ്കിൽ നമ്മൾ കയറി ഒറ്റ വേണ്ടി കയറി നോക്കാന്ന് കയറി കഴിയുമ്പോൾ അവിടെ ആരില്ല. നമ്മൾ ടീമേറ്റ് ഒരു നോക്കെടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മാനാണ് ഉള്ളത്. നമ്മൾ ചാടി അവിടെ ചെന്ന് പിന്നെ മണ്ടയ്ക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ അങ്ങും ആരുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ജനലാത്തൊരു താഴെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ടീമേറ്റ്
കളി അങ്ങ് തൂക്കിയിരിക്കുകയാണ്. അപ്പം 3-0 ആണ് മാച്ച്. നെക്സ്റ്റ് റൗണ്ടിൽ പൊളിപ്പൻ അടിയാണ്. നമുക്ക് കില്ലേ കിട്ടുന്നില്ല. കില്ല് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ടീമായിട്ട് ഫുൾ പവറാണ്. അവന്മാരാൻ തീർക്കുകയാണ് എല്ലാത്തിനും. നമ്മൾ പിന്നെ ലോഗിനായാലും കറിയെടുക്കാനുള്ള മൈൻഡിൽ നമ്മൾ P19 നമ്മളെ AWY എടുത്തതാണ്. നമ്മൾ AWY പണ്ട് കിങ് ആയാലും ബട്ട് ഇപ്പോഴാണ് പ്രൈം ടൈം മാറി. നമ്മൾ അതുപോലെ നമ്മൾ സ്റ്റാർട്ടായ സമയത്ത് നമ്മൾ ഓടി ഫസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ നോർമലായിട്ട് എനിമീസ് എല്ലാം ഇട്ടുകൊണ്ടാണ് വരുന്നത്. ബട്ട് ഇപ്പം ആരും കാണുന്നില്ല. നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സാധനം ഇവിടെ കാണുന്നത് നേരെ പാകം. എനിക്ക് അപ്പോഴും അവിടെ പോയി അവിടെ എനിമി വാങ്ങും. നമ്മൾ ഓടിപ്പാല് അവിടെ ചെന്ന് നോക്കുക. അവിടെ എനിമാണ് ഇല്ലായിരുന്നു. അതാണ് വടി ഉടയും. നമ്മൾ AW എടുത്ത സ്കോപ്പിൽ തല വെച്ച് പട്ടക്കുന്ന അടിയെ കൊടുത്ത് നമ്മൾ നോക്കാൻ പറ്റും. അപ്പോൾ അവൻ്റെ ടീമേറ്റ് അവൻ പോയിട്ടുണ്ട് നമ്മുടെ എനിമി. അപ്പോൾ നമ്മൾ ആ ലൂട്ട് എടുക്കാൻ നിന്നില്ല. നേരെ അവനെ തീർക്കാണ്ട് ഒറ്റ വേണ്ട റഷ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ടീമേറ്റ് തീർന്നു. അപ്പോഴത്തെ ഒരു എനിമിയും തീർന്നു. ഞാൻ ടീമേറ്റിനെ എനിമി അടിച്ച് അടിച്ചു നോക്കി. ബട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഫസ്റ്റ് അയാളുടെ അടി കൊടുത്ത് ഏറ്റില്ല. പിന്നെ കുറച്ച് അടി കൊടുത്ത് അത് കുറച്ച് കൊണ്ട് നമ്മൾ ഏതൊരു ഇന്നാശം അടി കൊടുത്ത് ക്രോണ കിട്ടാൻ നമ്മൾ മസ് അടിച്ച് ബുയി അടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം വീഡിയോകൾ വരുന്നതായി. നിങ്ങളുടെ സപ്പോർട്ടില്ല എനിക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പവർ കാണിക്കുക.